ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെഹെസ്കേൽ 37 അധ്യായത്തിൻ്റെ 2 വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നാം എടുത്തിരിക്കുന്നത്. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. നമുക്കറിയാം, യെഹെസ്കേൽ 37 അധ്യായം അതിൻ്റെ 2 വാക്യത്തിൽ ഏറ്റവും ഉണങ്ങിയ അസ്ഥികളുടെ ഇടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്ന താഴ്വരയുടെ നടുവിൽ യെഹെസ്കേൽ നിൽക്കുകയാണ്. ഇതിനു മുന്നമേ നാം യെഹെസ്കേൽ പ്രവചനം പഠിക്കുമ്പോൾ അതിൻ്റെ 1 അധ്യായം 1 വാക്യം നാം ശ്രദ്ധയോടെ, വളരെ കരുതലോടെ നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. പ്രവാസികളുടെ ഇടയിൽ ഇരുന്ന യെഹെസ്കേൽ താൻ പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുകയാണ്. പ്രവാസികളുടെ ഇടയിൽ ഇരുന്ന യെഹെസ്കേലിനെ 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: അനന്തരം ആത്മാവിനെ എടുത്ത് യഹോവയുടെ ആലയത്തിൽ കിഴക്കോട്ട് ദർശനമുള്ള കിഴക്കേ പടിവാതിൽക്കൽ കൊണ്ടുപോയി. പ്രവാസികളുടെ ഇടയിൽ ഇരുന്ന യെഹെസ്കേലിനെ ആലയത്തിൻ്റെ നടുവിൽ ദൈവം നിർത്തുകയാണ്. 2-ാം സ്റ്റേജായിട്ട് ആലയത്തിൻ്റെ നടുവിൽ 2-ാം സ്റ്റേജ് നിർത്തിയതിന് ശേഷം 3-ാമതായി 12-ാം അധ്യായം 2-ാം വാക്യം നമുക്കറിയാം, യെഹെസ്കേലിനെ മത്സരഗ്രഹത്തിൻ്റെ ഇടയിൽ നിർത്തുകയാണ്. 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ, മനുഷ്യപുത്ര, നീ മത്സരഗ്രഹത്തിൻ്റെ നടുവിൽ പാർക്കും. പ്രവാസികളുടെ ഇടയിൽ നിന്നും ആലയത്തിൽ കൊണ്ടുവന്നതിന് ശേഷം മത്സര ഗൃഹത്തിൻ്റെ നടുവിൽ പാർത്ത യെഹെസ്കേൽ, പ്രൈസ് ദി ലോർഡ്, പ്രവാസികളുടെ ഇടയിൽ ഇരുന്നതിന് ശേഷം അടുത്ത പോസ്റ്റായിട്ട് ആലയത്തിൻ്റെ നടുവിൽ ദൈവം കൊണ്ടുവരികയാണ്. ആലയത്തിൻ്റെ നടുവിൽ കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും തൻ്റെ ശുശ്രൂഷയിൽ മത്സരഗ്രഹത്തിനിടയിൽ താൻ ശുശ്രൂഷിക്കുകയാണ്. മത്സരഗ്രഹത്തിനിടയിൽ ശുശ്രൂഷിച്ചതിന് ശേഷം വളരെ കഠിനവും വളരെ അസാധ്യവുമായ ഒരു പ്രത്യേക മേഖലയിൽ കൊണ്ടുവരികയാണ്. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അസ്ഥികളെ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു താഴ്വരയിൽ കൊണ്ടുവരികയാണ്. ആരാണ് ഈ അസ്ഥികൾ? നമുക്കറിയാം, 11-ാം വാക്യം, പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമാണ്. 2, അസ്ഥികൾ ഉണങ്ങിയതിൻ്റെ കാരണം ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്ന് ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രത്യാശ നഷ്ടപ്പെടുകയും പ്രത്യാശയ്ക്ക് ഭംഗം വന്ന് അസ്ഥികളായ ഇസ്രായേൽ ജനം, ദൈവത്തിൻ്റെ പൈതലെ പ്രത്യേക ഒരു മേഖലയിൽ യെഹെസ്കേലിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, പ്രൈസ് ദി ലോർഡ്, താഴ്വരയുടെ നടുവിൽ നിർത്തി. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. 3 പ്രധാന താഴ്വരകളെ കുറിച്ച് നാം പഠിക്കാം. സങ്കീർത്തനം 23:4 ദാവീദ് പറയുകയാണ്, കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടക്കേണ്ടി വന്നിട്ടുണ്ട്.
2 ആമേൻ കോരഹപുത്രന്മാരുടെ സങ്കീർത്തനം 84:6 അവർ പറയുകയാണ്, ഞങ്ങൾ കണ്ണുനീർ താഴ്വരയിൽ കൂടെ നടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ദാവീദിനെ കൂരിരിൽ താഴ്വരയിൽ കൂടി ദാവീദ് താൻ നടത്തപ്പെട്ടു. കണ്ണുനീർ താഴ്വരയിലൂടെ കോരഹപുത്രന്മാരുടെ സങ്കീർത്തനത്തിൽ നാം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ യെഹെസ്കേൽ പ്രവാചകൻ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന താഴ്വരകൾ, ഒരു പ്രത്യേക ശുശ്രൂഷയുടെ ആമേൻ അനുഭവത്തിലേക്ക് താൻ വന്നിരിക്കുക. അസ്ഥികളുടെ ഒരു പ്രാധാന്യമെന്ന് പറയുന്നത്, ഈ അസ്ഥികൾ കാണപ്പെടുന്നത് എവിടെയാണ്? നമുക്കറിയാം, യെഹെസ്കേൽ 37:12 അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എൻ്റെ ജനമേ, ആമേൻ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്നും കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. നമുക്കറിയാം 30-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്തു ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? ആരാധന നഷ്ടപ്പെട്ട്, പ്രത്യാശ നഷ്ടപ്പെട്ട്, ആമേൻ, ദൈവത്തിൻ്റെ ജീവനില്ലാതെ, യേശു ക്രിസ്തുവിൻ്റെ ജീവനില്ലാത്ത ഒരു പ്രത്യേക ആമേൻ ഇസ്രായേലിനെ കുറിച്ച് നാം കാണുവാൻ സാധിക്കുന്നു. പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ സഭ ജീവനുള്ളതായിരിക്കണം. നമുക്കറിയാം, ആമേൻ, എന്നെ അവയുടെ ഇടയിൽ ചുറ്റി നടക്കുമാറാക്കി. അതിനു മുന്നമേ നമുക്ക് 37-ാം അധ്യായം 1-ാം വാക്യം നാം വായിക്കുമ്പോൾ, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. ദൈവത്തിൻ്റെ കൈ എൻ്റെ മേൽ വന്നു. പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ ബലമുള്ള കൈ. ഗാദ് പ്രവാചകൻ ദാവീദിനോട് പറയുകയാണ്, ദാവീദിനോട് പ്രവചിക്കുമ്പോൾ ആ പ്രവചന സ്വരം കേട്ട്, അതിൻ്റെ ചരിത്രം ഞാൻ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. 2 ശമൂവേൽ 24-ാം അധ്യായത്തിലുണ്ട്. ദാവീദ് പാപം ചെയ്തതിനു ശേഷം ഗാദ് പ്രവാചകൻ ദാവീദിൻ്റെ അടുക്കൽ കടന്നു വരുമ്പോൾ ദാവീദ് പറയുകയാണ്, ഞങ്ങൾ മനുഷ്യരുടെ കരങ്ങളിൽ വീഴുന്നതിനേക്കാളും നല്ലത് യഹോവയുടെ കൈകളിൽ വീഴുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ യെഹെസ്കേൽ പ്രവാചകന്റെ ആമേൻ മുകളിൽ ദൈവത്തിൻ്റെ ആ ബലമുള്ള കരം വരികയാണ്. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ കരം യെഹെസ്കേൽ പ്രവാചകന്റെ മുകളിൽ വരികയാണ്. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, യെഹെസ്കേലിൻ്റെ മുകളിൽ യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ആമേൻ ഒരു പുറപ്പാട് സംഭവിച്ചപ്പോൾ താഴ്വരയുടെ നടുവിൽ നിർത്തി, യാതൊരു പ്രത്യാശയ്ക്കും ആമേൻ ആമേൻ പ്രൈസ് ലോർഡ് വകയില്ലാത്ത, ആമേൻ വല്ലാത്ത ഒരു പ്രത്യേക അനുഭവത്തിലൂടെ താൻ നടത്തപ്പെട്ടു. നമുക്കറിയാം, അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്ന, ആമേൻ, ആരാധനയില്ലാത്ത, സ്തുതിയില്ലാത്ത, ജീവനില്ലാത്ത, അഭിഷേകമില്ലാത്ത പ്രത്യേക ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് കർത്താവിൻ്റെ വേല ചെയ്യുക എന്ന് പറയുന്നത് ഇപ്രകാരമുള്ള ഒരു അവസ്ഥയെ സൂചിപ്പിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഏറ്റവും ഉണങ്ങി യാതൊരുവിധ ജീവനില്ലാത്ത, നമുക്കറിയാം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 20-ാം വാക്യം, രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, ഉണങ്ങിപ്പോയ അത്തിവൃക്ഷം പോലെ യാതൊരു പ്രത്യാശയ്ക്ക് വകയില്ലാത്ത പ്രത്യേക സ്ഥിതിയിലാണ്
യെഹെസ്കേലിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ അസ്ഥികൾ ഇസ്രായേലാണ്, പ്രത്യാശയ്ക്ക് ഭംഗം വന്നവരാണ്. അവർ പറയുകയാണ്, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു. എന്നാൽ വിലാപങ്ങളുടെ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാണ്. സ്വയമേ അവർ പറയുകയാണ്, ഞങ്ങൾ മുടിഞ്ഞിരിക്കുന്നു. താഴ്വരയുടെ നടുവിൽ നിർത്തി അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. പലപ്പോഴും ശുശ്രൂഷയുടെ അനുഭവത്തിൽ യെഹെസ്കേലിനെ പോലെ നമ്മുടെ ശുശ്രൂഷ മേഖലകളിലും ഇങ്ങനെയുള്ളതായ അസ്ഥികൾ നിറഞ്ഞിരിക്കുന്ന താഴ്വരകളാകുന്ന അനുഭവങ്ങളിലൂടെ ദൈവം നടത്തിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ ചില സഭകളാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു പ്രത്യേക ശുശ്രൂഷ മേഖലയായിരിക്കാം. കാരണം നാം നമ്മുടെ ജീവൻ കൊടുത്ത്, നാം പ്രവചിച്ച്, നാം നമ്മുടെ ശക്തിയോടെ പ്രാർത്ഥനയോടെ അതിശക്തമായി ശുശ്രൂഷയിൽ നിൽക്കുന്ന യെഹെസ്കേൽ പ്രവാചകനെ പോലെയുള്ള ദൈവദാസന്മാരെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ളതായ മിനിസ്ട്രി ഫീൽഡിലൂടെ ദൈവം കടത്തിവിടും. എന്നാൽ അവിടെ വല്ലാത്ത ഒരു ചോദ്യമാണ്. യെഹെസ്കേൽ ശക്തനായ ഒരു ദൈവദാസനാണ്. യെഹെസ്കേൽ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഹല്ലേലൂയ, സ്വർഗം ദർശനം കണ്ട, തുറക്കപ്പെട്ട സ്വർഗം കണ്ട യെഹെസ്കേൽ പ്രവാസികളുടെ നടുവിൽ ശുശ്രൂഷിച്ചതിന് ശേഷം, ആലയത്തിൽ ശുശ്രൂഷിച്ചതിന് ശേഷം മത്സരഗ്രഹത്തെയും, പ്രവാസികളുടെ നടുവിൽ ദുഃഖിതരായ, പീഡിതരായ പ്രവാസികൾ, അടിമകളായ പ്രവാസികൾ, വേദന അനുഭവിക്കുന്ന പ്രവാസികൾ, അവരുടെ നടുവിൽ ശുശ്രൂഷിച്ചതിന് ശേഷം ആ അനുഭവത്തിലൂടെ താൻ ആലയത്തിൽ ശുശ്രൂഷിക്കുക. ആലയത്തിൽ താൻ ശുശ്രൂഷിച്ച് താൻ ശക്തനായിരിക്കുമ്പോൾ പെട്ടെന്ന് തൻ്റെ ശുശ്രൂഷയിൽ ദൈവം ഒരു പ്രത്യേക വ്യത്യസ്തത വരുത്തി. മത്സരഗ്രഹത്തെയും താൻ അഭിമുഖീകരിച്ച് വന്ന് നിൽക്കുമ്പോൾ 37-ാം അധ്യായത്തിൽ അസ്ഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു താഴ്വരയിൽ താൻ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ദാവീദ് കൂരിരുൾ താഴ്വരയെ അഭിമുഖീകരിച്ച് മുമ്പോട്ട് പോയി. കോരഹപുത്രന്മാർ കണ്ണുനീർ താഴ്വരയും അഭിമുഖീകരിച്ച് മുമ്പോട്ട് പോയി. എന്നാൽ ഈ അസ്ഥി താഴ്വരയെ, ഈ പ്രത്യേക ഈ അനുഭവത്തെ, കാരണം ഉണങ്ങിയിരിക്കുന്നു. അവൻ എന്നോട് കൽപ്പിച്ചത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? അതിന് ഞാൻ യഹോവയായ കർത്താവേ നീ അറിയുന്നു. ഇതുപോലെ ഉണങ്ങിയിരിക്കുന്ന വിശ്വാസികൾക്ക്, ഉണങ്ങിയിരിക്കുന്ന സഭകൾക്ക്, ഉണങ്ങിയിരിക്കുന്നതായ അസ്ഥികൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷ മേഖലകൾ, ഏരിയകൾ, സ്ഥലങ്ങളിൽ ഒരു പുതുജീവൻ വരുമോ എന്ന് യെഹെസ്കേൽ പ്രത്യാശിക്കുന്നത് പോലെ പലപ്പോഴും ഞാനും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? അങ്ങനെയുള്ളതായ ആ തലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യെഹെസ്കേലിന് മാത്രമേ അറിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യെഹെസ്കേലിന് മാത്രമേ അറിയുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസും പത്രോസും വളരെ ശക്തമേറിയ ശുശ്രൂഷകൾ ചെയ്തു. അവരുടെ ഇടയിൽ അനേക ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു. എന്നാൽ യെഹെസ്കേൽ പ്രത്യേക ഈ വിധ അനുഭവത്തിലൂടെ യെഹെസ്കേലിനെ കടത്തിവിട്ടു. എന്നാൽ അതിന് ദൈവം പറയുക, അത് ജീവിക്കണമെങ്കിൽ നിനക്ക് ചില കാര്യങ്ങൾ ചെയ്യണം. 3 പ്രധാന കാര്യങ്ങളാണ്. 1 വചനം, 2 മാംസം, 3 ശ്വാസം. അവൻ എന്നോട് കൽപ്പിച്ചത് ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, പ്രത്യാശയ്ക്ക് ഭംഗം വന്ന് പ്രത്യാശ നഷ്ടപ്പെട്ടവരോട് ദൈവവചനം കേൾപ്പിക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനം പറയുമ്പോൾ ഈ ദൈവവചനത്തിലൂടെ പ്രത്യാശയുണ്ടാകും. ദൈവവചനത്തിന് അവരുടെ ഉണങ്ങിയ അനുഭവങ്ങളെ മാറ്റുവാൻ സാധിക്കും. അവരുടെ ഉണങ്ങിയ അനുഭവങ്ങൾക്ക് പച്ചപ്പുണ്ടാകുവാൻ, ജീവനുണ്ടാകുവാൻ സാധിക്കും. അങ്ങനെ ഉണങ്ങിയ അനുഭവങ്ങളിലൂടെ
ആത്മീകപരമായി ഉണങ്ങിയ അനുഭവങ്ങളിലൂടെ, വരണ്ട അനുഭവങ്ങളിലൂടെ, ആത്മീയമായി വരണ്ട അനുഭവങ്ങൾ മാറണോ? ദൈവവചനം കേൾപ്പിക്കേണ്ടതും കേൾക്കേണ്ടതും അത് സ്വീകരിക്കേണ്ടതും. അപ്പോൾ ദൈവവചനം കേട്ടാൽ മാത്രം പോരാ, ദൈവവചനം കേട്ട ദൈവവചന പ്രകാരം നാം അനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു ജീവൻ ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളുടെ ശ്വാസം. അങ്ങനെ പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്ക മനുഷ്യപുത്ര. കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമോ നീ 4 ദിക്കുകളിൽ നിന്നും ശ്വാസമേ നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിവരുവാൻ കഴിയാതെ വണ്ണം ശവക്കുഴിയുടെ ആ അനുഭവത്തിൽ ജീവിച്ചവർ, പ്രത്യാശ നഷ്ടപ്പെട്ടവർ, അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്നും കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. നിങ്ങൾ ജീവിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണങ്ങിയും ആത്മീകമായി ജീവനില്ലാത്തതുമായ വിശ്വാസികളുടെ നടുവിൽ, സഭകളുടെ നടുവിൽ, അങ്ങനെയുള്ളതായ സുവിശേഷം പ്രസംഗിച്ചിട്ടും ഉണങ്ങിയ നിലമെന്ന് തോന്നുന്ന പ്രദേശങ്ങളുടെ നടുവിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ, ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് യെഹെസ്കേൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ശുശ്രൂഷിച്ചതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നാം ശുശ്രൂഷിക്കുമ്പോൾ അവിടെ വലിയ ജീവൻ ഉണ്ടാകും. ആ ജീവൻ നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ സഭകളിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.